വെൽക്കം ടു ഫ്രാങ്ക്ലിൻ സ്ട്രക്ചേഴ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കീം സീരീസിലെ PYQ ഡിസ്കഷന്റെ പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ചാർജസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ കീം എക്സാമിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇതൊരു 5th അല്ലെങ്കിൽ ഒരു 4th പ്രയോറിറ്റിയിലൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ലിസ്റ്റിനൊക്കെ കുറച്ചുകൂടി പ്രയോറിറ്റി കുറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു 3 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കമ്പാരിറ്റീവ്ലി ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ, അതായത് ഗ്രാവിറ്റേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഉണ്ടായിരിക്കും. സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ ഗ്രാവിറ്റേഷൻ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. എങ്കിൽ കൂടെ ചില ഇക്വേഷൻസും കാര്യങ്ങളും യൂസ് ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പല ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് ഡിസ്ക്, സിലിണ്ടർ, റിങ്, ഇതിൻ്റെയൊക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് മിക്ക ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ, ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾസോ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ടോർക്ക് റിക്വയർഡ് ടു ഇൻക്രീസ് the torque required to increase the angular speed of a uniform solid disk of mass 10 kilogram and diameter of 0.5 meter from 0 to 120 rotations per minute in 5 seconds is. അതായത് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ സ്പീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, എന്താണ് ആ സിസ്റ്റത്തിൻ്റെ ഒരു സോളിഡ് ഡിസ്കിൻ്റെ സിസ്റ്റമാണ് നമ്മൾ കയ്യിലുള്ളത്. ഓക്കെ, അതിൻ്റെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യണം, 5 സെക്കൻഡിൽ 0-ൽ നിന്ന് 120 റൊട്ടേഷൻ പെർ മിനിറ്റിലേക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ടോർക്ക് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം എന്താണ്, റെസ്റ്റിലുള്ള ഒരു സോളിഡ് ഡിസ്ക് ഉണ്ട്, ഒരു സോളിഡ് ഡിസ്ക് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തോ. ഈ സോളിഡ് ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യിക്കണം നമുക്ക് ഒരു സ്പീഡിൽ. ആ സ്പീഡ് 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നുള്ള ആ ഒരു വാല്യൂവിലേക്ക് നമ്മൾ ഈ ഒരു ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കണം അല്ലേ. ആ ടോർക്കിന്റെ വാല്യൂ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ആ ടോർക്ക് ഫൈൻഡ് ചെയ്യുക? ടോർക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും. ടോർക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? റൊട്ടേഷൻ ഓഫ് മോഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ടോർക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ടോർക്ക് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫയാണ്. ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആൻഡ് ആൽഫ എന്താണ്? ആംഗുലർ ആക്സിലറേഷൻ അല്ലേ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ടോർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഐയുടെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഐ എങ്ങനെയായിരിക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഐയുടെ വാല്യൂ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഒരു സോളിഡ് ഡിസ്കിൻ്റെ കേസിൽ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു സോളിഡ് ഡിസ്കിൻ്റെ കേസിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് mr² ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത് നമുക്കറിയാവുന്ന കേസാണ്. എം എന്ന് പറയുന്നത് ആ ഒരു ഡിസ്കിൻ്റെ മാസ് ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്കിൻ്റെ മാസ് തന്നിട്ടില്ലേ? മാസ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിലെ? മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 10 കിലോഗ്രാം ആണ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു
10 കിലോഗ്രാം. ഓക്കെ, ദെൻ പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് തന്നിട്ടുണ്ടോ? ഓക്കെ, റേഡിയസ് ഇല്ല, പക്ഷെ ഡയമീറ്റർ ഉണ്ട്. സിമ്പിൾ അല്ലേ? ഡയമീറ്റർ മതി. ഡയമീറ്റർ ഈക്വൽ ടു 0.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 2 meters. ഓക്കെ, നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താം. പക്ഷെ നമുക്ക് എന്തായാലും ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഫൈനൽ ആയിട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് 0.5/2 തന്നെ എടുക്കട്ടെ. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇതിൽ ഐ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. ഇനി ആൽഫയാണ് കാണേണ്ടത്. ആൽഫ എങ്ങനെ കാണാൻ പറ്റും? ആൽഫ കാണാൻ എന്ത് ചെയ്യണം? ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ സിനാരിയോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ആക്സിലറേഷനിലേക്ക് എത്താം? ഇവിടെ തന്നിട്ടുള്ള എന്താ നോക്കിയേ? ഇവിടെ തന്നിട്ടുള്ളത് ഫ്രം 0 to 120 റൊട്ടേഷൻ പെർ മിനിറ്റ് ഇൻ 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതായത് 5 സെക്കൻഡിലെ 0യിൽ നിന്ന് 120 റൊട്ടേഷൻസ് പെർ മിനിറ്റിലേക്ക് എന്ത് ചെയ്യും? റൊട്ടേഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? നമ്മളുടെ ആംഗുലർ വെലോസിറ്റി കണ്ടുകൂടെ? ആംഗുലർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ ആംഗുലർ ആക്സിലറേഷനിലേക്ക് എത്താം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? 120 റൊട്ടേഷൻസ്. ഓക്കെ, 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ആ ഒരു മിനിറ്റിൽ 120 റൊട്ടേഷൻസ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ദാറ്റ് ഇസ് 120 ഡിവൈഡഡ് ബൈ 60 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 2 റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് ഒരു മിനിറ്റില് 120 റൊട്ടേഷൻസ് ഒരു ഡിസ്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക് ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻസ് എടുക്കും? 2 റൊട്ടേഷൻസ് എടുക്കും. ഓക്കെ, അപ്പൊ ഈ 2 റൊട്ടേഷൻസ്, അതായത് ഒരു സെക്കൻഡിൽ അത് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെക്കൻഡിൽ അത് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗുലർ വെലോസിറ്റി എന്താ? ദാറ്റ് ഇസ് ആ ഒരു 2 റൊട്ടേഷനിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് എന്ത്? ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 റൊട്ടേഷൻസ് പെർ സെക്കൻഡ് അല്ലേ? 2 റൊട്ടേഷൻ എന്ന് പറയുന്നത് 1 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 2π റേഡിയൻ അല്ലേ? ദെൻ 2 റൊട്ടേഷൻസ് അപ്പം എന്തായിരിക്കും? 4π റേഡിയൻ ആണ്. 4π റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ കാണാലോ. ആൽഫ എന്ന് പറയുന്നത് ω/t അല്ലേ? ഈ ഒരു 120 റൊട്ടേഷൻസ് പെർ മിനിറ്റിലേക്ക് എടുത്ത ടൈം എത്രയാണ്? 5 സെക്കൻഡ്. അപ്പോൾ ഈ 4π റൊട്ടേഷൻ എടുക്കുന്ന സമയം തന്നെ ആയിരിക്കും സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ? ദാറ്റ് ഇസ് ഓൾസോ 5 ആയിരിക്കും. അപ്പോൾ ഒമേഗയുടെ വാല്യൂ കിട്ടി റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കാണാൻ പറ്റും? നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടോർക്കാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളത്. വിച്ച് വാസ് ഐ ആൽഫ. ഐ ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? mr² ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു. mr² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആൽഫയാണ് കാണേണ്ടത്. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ r² വാല്യൂ 0.5/2. ഇനി നമുക്ക് എന്തുകൂടെ ഉണ്ട്? എഗെയിൻ ഒരു r² ആയതുകൊണ്ട് 0.5/2 ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇനി എന്താണ് പിന്നെ എക്സ്ട്രാ വേണ്ടത്? നമുക്ക് 4π/5 കൂടി ഉണ്ടാവും അല്ലേ? ഇൻറ്റു ആൽഫ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യാൻ നോക്കിയേ? 10 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 5. ഈ 5ഉം കട്ട് ചെയ്ത് കളയാം. പിന്നെ 2 ഇൻറ്റു 2 4 ആണ്. 4ഉം കട്ടായി. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഫൈനൽ ആൻസറിൽ? ദാറ്റ് ഇസ് 0.25. 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 0.25 ഇൻറ്റു പൈ ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഇക്വേഷൻസിൽ നമ്മളെ ഓപ്ഷൻസിൽ നോക്കിയാൽ ഓപ്ഷൻസിൽ വന്നിട്ടുള്ളതൊക്കെ ഫ്രാക്ഷനിലാണ്, ഡെസിമലല്ല. അപ്പോൾ 0.25 എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 0.25 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്രയാണ്? ദാറ്റ് ഇസ് 1/4 പൈ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് A ആണ്. π/4 ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ഇതിൽ എന്താണ് പഠിച്ചത്? ഇതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു സോളിഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ സോളിഡ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ പഠിച്ചു. ദാറ്റ് ഇസ് I = mr² ഡിവൈഡഡ് ബൈ 2 എന്ന് പഠിച്ചു. പിന്നെ ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചു. ദാറ്റ് ഇസ് I ആൽഫയാന്ന് പഠിച്ചു അല്ലേ? പിന്നെ ഒമേഗ എന്ന് പറയുന്നത് പിന്നെ I ആൽഫയാന്ന് പഠിച്ചു. പിന്നെ ആൽഫ എന്ന് പറയുന്നത് ω/t. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. ആൽഫ എന്ന് പറയുന്നത് ω/t. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ.
ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ്. ഓക്കെ, r/2, r/4, r/√12, r/3. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കാണാൻ പറ്റും? റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻ അറിയാം. അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? I = mk² ആണ്. ഇതിൽ k എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് നമുക്കറിയാവുന്നതാണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എന്താണ്? ഒരു ഡിസ്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തത് ആ ഒരു ഡിസ്കിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ്, അതായത് ആ സെന്ററിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ട് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന കേസിൽ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടാണ്. അങ്ങനെ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ മാറ്റം വരുമോ? മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ മാറ്റം ഉണ്ടായിരിക്കും. എന്തായിരിക്കും ആ മാറ്റം? അല്ലെങ്കിൽ അപ്പുറത്ത് ആ ഒരു ഐന്റെ വാല്യൂ എന്തായിരിക്കും? അതായത് ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി mr² ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. എപ്പോ? അബൌട്ട് ഡയമീറ്റർ. അതെങ്ങനെയാടാ വന്നേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോ. നമ്മളിപ്പോൾ ഒരു ഡിസ്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്തെന്ന് വെച്ചാൽ ഈ ഡിസ്കിന് എന്തുണ്ടായിരിക്കും? 2 ഓക്കെ, ഓക്കെ, നോക്കിക്കോ. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും കേട്ടോ, എങ്കിൽ ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ഇത് IZ ആണ്, ഇത് IX ആണ്, ഇത് IY ആണെന്ന് എടുത്തോ. ഓക്കെ, അപ്പൊ അബൌട്ട് ദ ഡയമീറ്റർ, റൊട്ടേഷൻ അബൌട്ട് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഏത് ആക്സിസിനായിരിക്കും? ഒന്നെങ്കിൽ എക്സിനായിരിക്കും അല്ലെങ്കിൽ വൈക്ക് അബൌട്ട് ആയിട്ടായിരിക്കും എന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IZ അക്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. IZ അക്രോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചു, ദാറ്റ് ഇസ് mr²/2 ആണ്. ഇനി അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം പ്രകാരം, ഓക്കെ, ഓക്കെ, ഇനി പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, പാരലൽ ആക്സിസ് തിയറം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? ഇതെല്ലാവരും പഠിച്ചു വെച്ചോ. പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു IX അല്ലെങ്കിൽ IZ IX + IY എന്നാണ് എന്ത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളൊരു ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റേഴ്സിന് അക്രോസ് ആയിട്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മാണ്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ IX-ന്റെയും IY-ന്റെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് എഴുതാം? IZ = 2IX എന്ന് എഴുതാം അല്ലേ? ഓക്കെ, IZ-ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു mr²/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2IX. അങ്ങനെയാണെങ്കിൽ IX-ന്റെ വാല്യൂ എന്തായിരിക്കും? IX-ന്റെ വാല്യൂ എന്ന് പറയുന്നത് mr² ഡിവൈഡഡ് ബൈ 4 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്തിലേക്ക് എത്തിയത്? ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് കേട്ടോ. ഓക്കെ, അതെല്ലാവരും ഓർത്ത് വെച്ചോ. എന്താ ഞാൻ പറഞ്ഞത്? നമ്മളൊരു ഡിസ്ക്, ഒരു സോളിഡ് ഡിസ്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? mr²/4 ആണ്. അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആണെങ്കിലോ ഇറ്റ് വിൽ ബി mr²/2. ഇതാരും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാനുള്ളത്, ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ K ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. K എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്? I =
നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. I ഈക്വൽ ടു എം കെ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ നമ്മൾ അബൌട്ട് ദ ഡയമീറ്റർ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി mr²/4. ഓക്കെ, ദെൻ നമുക്ക് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാലോ. എം കെ സ്ക്വയർ ഈക്വൽ ടു mr²/4 ആണ്. ദെൻ എന്തൊക്കെ കട്ടായി പോവും? എം കട്ടായി പോവും അല്ലേ. ദെൻ കെ വിൽ ബി ഈക്വൽ ടു കെ സ്ക്വയർ ഈക്വൽ ടു r²/4 ആണെങ്കിൽ കെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി r/2 ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? r/2. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് r/2 ആണ്. മനസ്സിലായോ? ഇപ്പോൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് r/2 കിട്ടിയത്. റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആണെങ്കിലോ ഇവിടെ mr²/2 പകരം mr²/4 പകരം ഇവിടെ 2 വന്നേനെ. അപ്പോൾ ഇക്വേഷനിൽ ഇവിടെ 2 വരും. അതിനനുസരിച്ച് ഇവിടെ ഇക്വേഷൻസും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ r/√2 എന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അബൌട്ട് ദ ഡയമീറ്റർ ആയതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A solid metal cylinder A and a hollow metal cylinder B have a same mass but their radii are in the ratio 2:1. Then the ratio of their respective moments of inertia about their own axis is. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിഡ് മെറ്റൽ സിലിണ്ടർ ആണ്. അതായത് സോളിഡ് ആയിട്ടുള്ള സിലിണ്ടർ, അകത്ത് സ്പേസ് ഹോളോ അല്ലാതെ ഫുൾ സോളിഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ എ. ഇനി രണ്ടാമത്തെ സിലിണ്ടർ എന്ന് പറയുന്നത് ഹോളോ മെറ്റൽ സിലിണ്ടർ ആണ്. അതായത് അകത്തെ പോർഷൻ എന്താണ്? അകത്ത് പോർഷൻ സ്പേസ്, അകത്തെ പോർഷൻ സോളിഡ് അല്ലാതെ ഹോളോ ആയിട്ട് വരുന്ന ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെയിം, അതിന്റെ രണ്ടിനെയും മാസ് സെയിം ആണ്, പക്ഷെ റേഡിയസ് എന്താണ്? വ്യത്യാസമുണ്ട്. റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, ദെൻ ദ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് മൊമെന്റ്സ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാണാം? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തറിയണം? ഒരു സോളിഡ് സ്ഫിയർ അല്ല സോളിഡ് സിലിണ്ടറും ഒരു ഹോളോ സിലിണ്ടറും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് അറിയണം. ഓക്കെ, ഇപ്പൊ നമ്മളോട് ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? അബൌട്ട് ദെയർ ഓൺ ആക്സിസ് ആണ്. ഓക്കെ, ആക്സിസിന് അക്രോസ് ആണെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാലോ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ എന്ന് പറയുന്നത് സോളിഡ് സിലിണ്ടർ ആണ്. ബി എന്ന് പറയുന്നത് ഹോളോ സിലിണ്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ എന്താണ്? ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സിലിണ്ടർ നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സോളിഡ് ഡിസ്കസ് ഇങ്ങനെ മുകളിൽ വെച്ചാലല്ലേ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ടാവുക. അതായത് ഒരുപാട് ഡിസ്ക്, അതായത് അകത്ത് ഇങ്ങനെ ഹോളോ അല്ലാത്ത അല്ലെങ്കിൽ റിങ് അല്ലാത്ത സോളിഡ് ആയിട്ടുള്ള ഒരുപാട് റിങ് ഡിസ്ക് നമ്മളിങ്ങനെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ച് അത് എന്തായിട്ട് മാറും? ഒരു സോളിഡ് സിലിണ്ടർ ആയിട്ട് മാറും. അപ്പൊ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണോ അത് തന്നെയാണ് സോളിഡ് സിലിണ്ടറിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ഡിസ്കിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ദാറ്റ് ഇസ് mr²/2 ആണ്. അപ്പൊ സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെ ആയിരിക്കും? mr²/2 തന്നെ ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഹോളോ സിലിണ്ടർ നിങ്ങൾക്ക് പറയാലോ. ഹോളോ സിലിണ്ടർ എന്ന് വെച്ചാല് എന്ത് വെച്ചാണ് അത് ഫോം ചെയ്യുന്നത്? ഒരുപാട് റിങ്സ് നമ്മളെ കയ്യിലുണ്ട്. ഈ റിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഒരു ഹോളോ സിലിണ്ടർ ആയിട്ട് മാറും. അപ്പോൾ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണോ അത് തന്നെയാണ് ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ഈ കാര്യം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആലോചിച്ച് നോക്കട്ടാ. ഓക്കെ, അറ്റ് നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കിന്റെ അതിന് ആക്സിസിന് അബൌട്ട് ആയിട്ട് അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് mr²/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്കിനെ, ഒരുപാട് ഡിസ്കിനെ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോളിഡ് സിലിണ്ടർ ആയിട്ട് മാറും. അപ്പോൾ സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? അതിന്റെ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് mr²/2 ആണ്. ഇനി നമ്മളൊരു റിങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഈസ് mr². അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് റിങ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ അതൊരു ഹോളോ സിലിണ്ടർ ആയിട്ട് മാറും. അപ്പോൾ ഹോളോ സിലിണ്ടറിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ,
ഇനി നമ്മളോട് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ MARA, അതുകൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, MBRB. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ മാസ് എന്താണ്, സെയിം ആണ്. അതായത് MA = MB എന്താണ്, സെയിം ആണ്. അതിനെ ഞാൻ ജസ്റ്റ് M എന്ന് വിളിക്കുന്നു. ഇനി RAയും RBയും സെയിം ആണോ? അല്ല. അതിൻ്റെ റേഷ്യോസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. RA:RB എന്ന് പറയുന്നത് എന്താണ്, 2:1 റേഷ്യോയിലാണ്. അതായത് നമുക്ക് ജസ്റ്റ് RA / RB നമുക്ക് എന്തെന്ന് എഴുതാം, 2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, IA / IB ആണ്. സിമ്പിളായിട്ട് കാണാം അല്ലേ. ഇപ്പം ഇത് മനസ്സിലായ ഒരാൾക്ക് ബാക്കി എല്ലാം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ IAയുടെ ഇക്വേഷൻ ഞാൻ എന്താ പറഞ്ഞത്, IA / IB ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. IA എന്ന് പറയുന്നത് MAR² / 2 ആയിരുന്നു. ഇറ്റ് ഈസ് MBRB². ഓക്കെ, MAയും MEBയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കട്ട് ചെയ്ത്, രണ്ടും ഒന്നായതുകൊണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇക്വേഷനിലെ ഫൈനൽ എന്ത് വരും, ഇറ്റ് വിൽ ബി IA / IB = ബാക്കി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, RA² / RB² × 1/2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ജസ്റ്റ് RA² / RB² വാല്യൂ എന്തായിരുന്നേ, RA / RB എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിന് ഞാൻ ഓക്കെ RA / RB² എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ RA / RBയുടെ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരുന്നു, ദാറ്റ് വാസ് 2 ആയിരുന്നു അല്ലേ. RA / RB എന്തായിരുന്നു, 2 ആയിരുന്നു. 2² × 1/2 എന്തായിരിക്കും ആൻസർ വരിക, 2² 4 ആണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് IA / IB എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ IA⁻IB എന്താണ്, IA⁻IB എന്ന് പറയുന്നത് 2:1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, 2:1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സോളിഡ് മെറ്റൽ റിംഗ്, നമ്മൾ നേരത്തെ ചെയ്ത സെയിം അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എ സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് എ ഡിസ്ക് ഓഫ് സെയിം റേഡിയസ് ആൻഡ് മാസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദയർ ഡയമീറ്റേഴ്സ്. ഓക്കെ, ഒരു സോളിഡ് മെറ്റൽ റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡിസ്കും ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്സിസിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് rotating about their diameters with the same angular frequency, the ratio of their respective rotational kinetic energy values is. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, സിലിണ്ടറും ഹോളോ സിലിണ്ടറും ആണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റിങ്ങും ഒരു ഡിസ്കും. പക്ഷെ മാറ്റം എന്താണ്, നേരത്തെ പറഞ്ഞപ്പോൾ റൊട്ടേഷൻ അബൌട്ട് ഇറ്റ് ആക്സിസ് ആയിരുന്നു. ഇപ്പം എന്താണ് മാറ്റമുണ്ട്, റൊട്ടേഷൻ ഈസ് അബൌട്ട് ഈസ് ഡയമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളൊരു റിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, റിങ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്, MR² ആണ്. ഇത് എപ്പോഴാണ്, ഫോർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്, അതിൻ്റെ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കുമ്പോഴാണ് ഇതെന്താവുന്നത്, മൊമെന്റ് ഓഫ് ഇനേഷ്യ MR² ആകുന്നത്. ഇൻ കേസ് അത് അബൌട്ട് ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, MR² / 2 ആയിരിക്കും. about its diameter. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇത് റിങ്ങിൻ്റെ കേസ്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിങ് അല്ല, പകരം ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഡിസ്കിൽ I എന്ന് പറയുന്നത് MR² / 2 ആണ്. എപ്പോൾ, വിച്ച് ഈസ് ഫോർ അബൌട്ട് ആക്സിസ്. about its axis. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ I എന്ന് പറയുന്നത് എന്താണ്, I will be equal to MR² / 4 ആയിരിക്കും. എപ്പോൾ ആയിരിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് റിങ്ങിൻ്റെ കേസ്. ഇനി റിങ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്, ഇതിൻ്റെ കേസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ റിങ്ങിൻ്റെ അതേ ടേംസ് വരും.
സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഡിസ്കിന്റെ അതേ കേസസ് വരും. ഓക്കെ, അതും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്ക് ഇതൊന്ന് നിങ്ങളെല്ലാവരും ആലോചിച്ച് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഓക്കെ, അതെല്ലാവരും ഓർത്തിരിക്കുക ഇങ്ങനെയാ വന്നെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം അല്ലേ? ഇപ്പൊ നമ്മളോട് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ എന്തിലൊക്കെ കേസിൽ കാണണം? ഡിസ്കിന്റെ കേസിൽ കാണണം, റിങ്ങിന്റെ കേസിൽ കാണണം. എന്തിന്റെ കേസിലാണെങ്കിലും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താണ്? കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് അല്ലേ? ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ്. I സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. ഒമേഗ എന്താണ്? രണ്ടിലും സെയിം ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം റേഡിയസ് ആണ്, സെയിം മാസ് ആണ്, അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടൂടെ? കാണാം. ഓക്കെ, ദെൻ ഞാൻ റിങ്ങിന് IR എന്ന് മെൻഷൻ ചെയ്യുന്നു, വിച്ച് വിൽ ബി ഈക്വൽ ടു MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഡിസ്കിന് ഞാൻ ID എന്ന് മെൻഷൻ ചെയ്യുന്നു, വിച്ച് വിൽ ബി ഈക്വൽ ടു MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ IR ഡിവൈഡഡ് ബൈ ID എന്ത് വരും? ഇറ്റ് വിൽ ബി MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും അല്ലേ? ഓക്കെ, ദെൻ എന്തൊക്കെ? MR സ്ക്വയർ കട്ടായി പോയാൽ 1/2 ഡിവൈഡഡ് ബൈ 1/4 എന്താടാ? which will be 1/2 into 4 എന്ന് വരും അല്ലേ? റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 2 ആയിരിക്കും വരുന്നത്. ദെൻ IR ഈസ് ടു ID എന്താണ്? which will be 2:1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 2:1 ആണ് ഇതിൻ്റെയും ആൻസർ. ഓക്കെ, 2:1. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ഏറ്റവും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A solid sphere of radius r is revolving about one of its diameters with an angular velocity omega. If it is suddenly expands uniformly so that its radius increases to n times of its original value, then its angular velocity becomes. Question മനസ്സിലായോ? ഫസ്റ്റത്തെ കേസിൽ എന്തുണ്ടായിരുന്നു? ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയർ ഫസ്റ്റ് ഒരു റേഡിയസിൽ അതിന്റെ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഒരു ഓക്കെ, ഇതിന്റെ ആക്സിസിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സഡൻലി എന്ത് ചെയ്തു? ഇത് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, 1 second. സഡൻലി ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായി. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിന്റെ വെലോസിറ്റി, നേരത്തെ അതിന്റെ വെലോസിറ്റി ഒമേഗ ആയിരുന്നല്ലോ, ഇപ്പൊ അതിന്റെ വെലോസിറ്റി മാറി ഒമേഗ ഡാഷ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് മാറി. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒമേഗ ഡാഷ് ആണ്. ഇതിന്റെ ആദ്യത്തെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 6 ആയിരുന്നു. ഇപ്പോഴത്തെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റത്തെ കേസിലെ റേഡിയസ് 6 ആയിരുന്നു, സ്മോൾ ലെറ്റർ 6 അല്ലേ? ഓക്കെ, സ്മോൾ ലെറ്റർ 6 ആയിരുന്നു. ഇനി രണ്ടാമത്തെ കേസിലെ റേഡിയസ് n ടൈംസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ എന്താണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കേസിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കേസിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്ന ആംഗുലാർ മൊമെന്റം ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ഒരു പാരാമീറ്റർ എന്തായിരിക്കും? അതായത് ബിഫോർ എക്സ്പാൻഷനും ആഫ്റ്റർ എക്സ്പാൻഷനും ചേഞ്ച് ചെയ്യാത്ത പാരാമീറ്റർ ഏതായിരിക്കും?
നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണോ ഈ ഒരു സ്ഫിയർ എക്സ്പാൻഡ് ചെയ്തത്? അല്ല, പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കാതെ എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാതെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്തതെങ്കിൽ അവിടെ എന്ത് സീറോ ആണ്? എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണ്. എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ. വെൻ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് സീറോ ദ ആംഗുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. അതായത് ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബിഫോർ എക്സ്പാൻഷൻ ആണ്. ബിഫോർ എക്സ്പാൻഷൻ, ഇത് ആഫ്റ്റർ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹിയർ എക്സ്റ്റേണൽ ടോർക്ക് എന്താണ്? എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു 0. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ബിഫോർ എക്സ്പാൻഷനിലെ ആംഗുലാർ മൊമെന്റത്തിന് ഞാൻ എന്തെടുക്കുന്നു? LI എന്നെടുക്കുന്നു. ആഫ്റ്റർ എക്സ്പാൻഷനിൽ ഞാൻ എന്തെടുക്കുന്നു? LF എന്നെടുക്കുന്നു. അപ്പോൾ രണ്ട് കേസ് എടുത്താലും ടോർക്ക് സീറോ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ടോർക്ക് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ബിഫോർ എക്സ്പാൻഷനിലുള്ള ആംഗുലാർ മൊമെന്റവും ആഫ്റ്റർ എക്സ്പാൻഷനിലുള്ള ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആംഗുലാർ മൊമെന്റം എങ്ങനെ കാണാം? which is equal to I omega ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ LFന്റെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? ദാറ്റ് ഇസ് I omega ഡാഷ് ആയിരിക്കും അല്ലേ? ഇനി രണ്ടാമത്തെ കേസിൽ എന്ന് പറയുമ്പോൾ I ഡാഷ് ഒമേഗ ഡാഷ് ആയിരിക്കും. ഫസ്റ്റത്തെ കേസിൽ I ഒമേഗ ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റത്തെ കേസിൽ രണ്ടാമത്തെ, അതായത് ഫൈനലി ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ച്, എന്ത് ചേഞ്ച്? നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഉണ്ടായ ചേഞ്ച് എന്താണ്? ഒരു സ്ഫിയർ ആണെങ്കിൽ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/5 mr² ആണ് അല്ലേ? 2/5 mr². ഇനി ഇതിന്റെ മുന്നേ ഈ ഒരു എക്സ്പാൻഷന് ശേഷം r എന്തായിട്ട് മാറി? nr ആയിട്ട് മാറി. സോ 2/5 nr² ഒമേഗ ഡാഷ് ഈക്വൽ ടു ഫസ്റ്റത്തെ കേസിൽ 2/5 mr² ഒമേഗയാണ്. ഓക്കെ, മാസിൽ ചേഞ്ച് വന്നിട്ടില്ല, എക്സ്പാൻഷൻ മാത്രമാണ് സംഭവിച്ചത്. മാസ് എപ്പോഴും കൺസേർവ്ഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് മാസിലൊന്നും ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ എല്ലാം 2/5 കട്ടായി പോകും, എം കട്ടായി പോകും, r² കട്ടായി പോകും. ദെൻ ഫൈനലി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ദാറ്റ് ഇസ് n² ഒമേഗ ഡാഷ് ഈക്വൽ ടു ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഡാഷിന്റെ വാല്യൂ എന്താണ്? ഒമേഗ ഡിവൈഡഡ് ബൈ n² ആണ്. ദാറ്റ് ഇസ് ഫൈനലി ഉണ്ടായിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി എന്താണ്? ഫസ്റ്റ് ഉണ്ടായിരുന്ന ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ n² ആണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ടോർക്ക് 0 ആണെങ്കിൽ എന്ത് കൺസേർവ്ഡ് ആണ്? ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റും ഇനീഷ്യൽ ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റും കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഒരു സ്ഫിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സ്ഫിയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ഫിയറിന്റെ I എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 2/5 mr² ആണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എ റിംഗ് റോൾസ് ഡൗൺ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇറ്റ് ടേക്സ് ടൈം t1. ഇഫ് ഇറ്റ് ഈസ് സ്ലൈഡ്സ് ഇറ്റ് ടേക്ക് t2. then the ratio of t2 square divided by t1 square. ക്വസ്റ്റ്യൻ മനസ്സിലായോ?
അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ട്. ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിന്റെ പ്രോപ്പർട്ടി, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു റിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിന്റെ പൊക്കത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റോൾ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, റോൾ ചെയ്ത് വരുന്നുണ്ട്. രണ്ട് കേസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് റോൾ ചെയ്തിട്ടാണ് വരുന്നത്. റോൾ ചെയ്ത് വരിക എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും വ്യത്യാസം, ഇത് ഇവിടെ ഇതിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ റോൾ ചെയ്താണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതായത് അത് റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം തന്നെ റോൾ ചെയ്തിട്ടല്ല വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് റോൾ ചെയ്യുന്നതിന് പകരം അത് സ്ലൈഡ് ചെയ്താണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്, സ്ലൈഡ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ റോൾ ചെയ്യുന്നു, രണ്ടാമത്തതിൽ എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, റോളിങ്, രണ്ടാമത്തതിൽ എന്താണ്, സ്ലൈഡിങ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഈ രണ്ട് കേസിലെയും എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും, ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ആംഗിള് തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കേസിലെയും ഇതിൽ നമ്മുടെ ലീനിയർ ആക്സിലറേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമോ, മാറ്റം ഉണ്ടായിരിക്കും. നമ്മൾ നോർമൽ സ്ലൈഡിങ്ങിന്റെ കേസിലാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ലീനിയർ ആക്സിലറേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, ജി സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. നോർമൽ സ്ലൈഡിങ്ങിന്റെ കേസിൽ നമ്മുടെ ലീനിയർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് എന്തിന് ഈക്വൽ ആണ്, ജി സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. പക്ഷെ റോളിങ്ങിന്റെ കേസിൽ ലീനിയർ ആക്സിലറേഷൻ എന്തിനായിരിക്കും ഈക്വല്, ജി സൈൻ തീറ്റ ഇവിടം കൊണ്ട് തീരില്ല, എക്സ്ട്രാ ഒരു ടേം കൂടെ ഉണ്ടാവും, I1 ഡിവൈഡഡ് ബൈ I പ്ലസ് mr² എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ഉണ്ടാവും. ഇത്രയും കാര്യത്തിനായിരിക്കും ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവർ അതൊന്നും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. മിക്കവർക്കും ഓർമ്മ ഉണ്ടാവുമായിരിക്കും. നിങ്ങളിപ്പോൾ നമ്മളെ ഈ ബോർഡ് എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലി ഇത് പഠിച്ചു വെക്കുക. റോളിങ്ങിന്റെ കേസിലും അതുപോലെ തന്നെ സ്ലൈഡിങ്ങിന്റെ കേസിലും ആ ഒരു റോൾ ചെയ്യുമ്പോഴും സ്ലൈഡ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ലീനിയർ ആക്സിലറേഷന്റെ ടേംസിൽ വ്യത്യാസമുണ്ട്. സ്ലൈഡ് ചെയ്ത് മാത്രമാണ് ഒരു ഒബ്ജക്റ്റ് താഴോട്ട് എത്തുന്നതെങ്കിൽ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്ത് മാത്രമാണ് താഴോട്ട് എത്തുന്നതെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് A=G സൈൻ തീറ്റ ആയിരിക്കും. ജി എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ആംഗിളിന്റെ സൈൻ. ഓക്കെ, ദെൻ നമ്മൾ റോൾ ചെയ്യുന്ന കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ടേം കൂടെ വരും. ആ ജി സൈൻ തീറ്റ ഉണ്ടാവും, ഓൾസോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ mr² കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് റോൾ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെ, റോൾ ചെയ്ത് വരാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ളത് T1 ആണ്. സ്ലൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം T2 ആണ്. അങ്ങനെയാണെങ്കിൽ T2² ബൈ T1² ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിൽ ഞാൻ റോൾ ചെയ്യുന്ന കേസ് എടുക്കുന്നു. റോൾ ചെയ്യുന്ന കേസിലെ ആക്സിലറേഷൻ ഞാൻ A1 എന്ന് വിളിക്കുന്നു. A1 എടുത്തിട്ട് A1ന്റെ വാല്യൂ അപ്പം എന്തായിരിക്കും, G സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ബൈ mr² ആണല്ലോ. അതെ, ഓക്കെ. ഇനി ഒരു ഡിസ്ക് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, റിംഗ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. റിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഐന്റെ വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഇസ് mr² ആയിരിക്കും അല്ലെ. നമ്മളൊരു റോളിംഗ് എടുത്തു കഴിഞ്ഞാൽ റോളിംഗ് ഈസ് അബൌട്ട് ദ
ആക്സിസ്. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr² ആയിരിക്കും. അപ്പൊ ജിയുടെ വാല്യൂ a1ന്റെ വാല്യൂ എങ്ങനെ വരും? g sin തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് mr² ഡിവൈഡഡ് ബൈ mr² എന്ന് വരും. സിംപ്ലി നമുക്ക് എന്തെന്ന് എഴുതാം? a1 ഈക്വൽ ടു g sin തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു g sin തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് സിംപ്ലി ചെയ്യാനുള്ളൂ കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് എന്തിന്റെ കേസ്? ഇത് നമ്മളുടെ a1ന്റെ കേസ്. ഇനി a2 ആണെങ്കിലോ, a2 എന്ന് പറയുന്നത് സ്ലൈഡിങ് മാത്രമുള്ള കേസാണ്. a2 എന്തായിരിക്കും? a2നെ നമുക്ക് സിംപ്ലി g sin തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഫസ്റ്റ് a1ന് എടുത്ത സമയം t1 ആണ്, ഇതിന്റെ സമയം t2 ആണ്. അപ്പൊ നമുക്ക് t1 ഡിവൈഡഡ് ബൈ t2 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമ്മളെ കയ്യിൽ a ഉണ്ട്, t ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടോ? നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൈനമാറ്റിക്സ് യൂസ് ചെയ്യാം അല്ലെ. ലോ ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്തിനെ ഞാൻ എസ് എന്നെടുത്തു. ഈ എസ് എന്ന് പറയുന്നത് രണ്ടിലും കോമൺ അല്ലേ? അതായത് രണ്ടിലും ഒരേ വാല്യൂ തന്നെയല്ലേ എസ്? രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിന് രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് എസിന്റെ വാല്യൂ രണ്ടിലും ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഇത്രയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിലും എന്തെന്നായിരിക്കും? ഇവിടെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എസ് ആയിരിക്കും അല്ലേ? ഇതായിരിക്കും എസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എസിന്റെ വാല്യൂ നമ്മുടെ അടുത്തുണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. എസ് എ ടി ഇതിനെ കണക്ട് ചെയ്യുന്ന എന്ത് ഇക്വേഷൻ ആണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻസിലുള്ളത്. ദാറ്റ് ഇസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. യു എന്തായിരിക്കും? യു വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താണ്? ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഈ ഒരു റെസ്റ്റിൽ നിന്നാണ് റോൾ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ എസ് എന്തായിട്ട് മാറും? എസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ ആയിട്ട് മാറും. ഇനി ഇത് നമുക്ക് രണ്ടിലും അപ്ലൈ ചെയ്യാലോ. അതായത് ഫസ്റ്റ് കേസ് എടുത്താൽ എസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് a1 t1 സ്ക്വയർ എസ് ഈക്വൽ ടു ഹാഫ് a2 t2 സ്ക്വയർ. ഇതിൽ രണ്ടിലും കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? a1 t1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് a2 t2 സ്ക്വയർ എന്ന് എഴുതാം. സിമ്പിൾ ആയിട്ട് ഹാഫ് ഒക്കെ കട്ടായി പോവും. അപ്പോൾ t2 സ്ക്വയർ മൈനസ് t2 സ്ക്വയർ ഡിവൈഡഡ് ബൈ t1 സ്ക്വയർ അല്ലേ നമുക്ക് കാണാനുള്ളത്. t2 സ്ക്വയർ ഡിവൈഡഡ് ബൈ t1 എന്തായിരിക്കും? a1 ഡിവൈഡഡ് ബൈ a2. ഇനി a1 a2 നമ്മളെ കയ്യിലുണ്ടല്ലോ, നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. ദാറ്റ് ഇസ് t2 സ്ക്വയർ ഡിവൈഡഡ് ബൈ t1 സ്ക്വയർ ഈക്വൽ ടു a1 എന്തായിരുന്നു? g സൈൻ തീറ്റ. ഓക്കെ, a2 എന്തായിരുന്നു? g സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ക്യാൻസൽ ആവും? g സൈൻ തീറ്റ ക്യാൻസൽ ആവും. 1 ഡിവൈഡഡ് ബൈ 1/2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു അത് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 ആയിട്ട് മാറും അല്ലേ? ഫൈനൽ ആൻസർ ഈസ് t2 സ്ക്വയർ divided by t1 square is equal to 1/2 എന്ന് വരും. അപ്പോൾ t2 സ്ക്വയർ ബൈ t1 സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നോക്കട്ടെ. അത് ജസ്റ്റ് ഏറ്റവും ഭയങ്കര സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്നുമില്ല. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. റോളിംഗ് ആവുന്ന സമയത്ത് ആക്സിലറേഷന്റെ വാല്യൂ ഇതാണ്. സ്ലൈഡിംഗ് ആണെങ്കിൽ ജസ്റ്റ് സിംപ്ലി g സൈൻ തീറ്റയാണ്. നമുക്ക് ഇവിടെ കാണാനുള്ളത് t2 ഡിവൈഡഡ് ബൈ t1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്തു. ജസ്റ്റ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ t2 സ്ക്വയർ ഡിവൈഡഡ് ബൈ t1 സ്ക്വയറിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഓഫ് മാസ് 1 kilogram and radius 0.5 meter starting from rest roll down on a 30-degree inclined plane. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബോൾ ഉണ്ട്. ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയർ ആണ് അല്ലേ? അതിന്റെ മാസ് എന്താണ്? 1 kilogram ആണ്. റേഡിയസ് എന്താണ്? 0.5 meter ആണ്. അത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, റോൾ ചെയ്ത് വരുന്നു. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ 30-degree ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് അത് റോൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോൾ അറ്റ് എ ഡിസ്റ്റൻസ്
ഓഫ് 7 മീറ്റർ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ക്ലോസ് ടു എന്തായിരിക്കും 7 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആയി പോകണ്ട. ഈ പറഞ്ഞിട്ടുള്ള 7 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോവൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നു. ഒരു എന്താണ് റോൾ ചെയ്ത് വരുന്നത്? ഈ പറഞ്ഞിട്ടുള്ളൊരു ബോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംപ്ലി നിങ്ങളൊരു റിംഗ് എന്ന് വിചാരിക്കരുത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഓക്കെ, ഇങ്ങനെ 30 ഡിഗ്രിയിൽ ഇൻക്ലൈൻ പ്ലെയിൻ വരുന്ന ഒരു ബോൾ എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. ആ സ്ഫിയറിന്റെ ടോർക്കാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ടോർക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താടാ? ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ടോർക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും സിമ്പിൾ ആയിട്ട് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഐ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ? കാരണം ഈ പറഞ്ഞത് എന്താണ്? ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്ഫിയർ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കാണാം? ഒരു സ്ഫിയറിനാണെങ്കിൽ 2/5 mr² ആയിരിക്കും. നമുക്ക് എം വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ r² വാല്യൂ, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഐ ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. ദെൻ ആൽഫ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ആൽഫ എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ആൽഫയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? ഇപ്പൊ ഇതിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സിമ്പിൾ 7 മീറ്റർ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ക്ലോസ്, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. സിമ്പിൾ ആയിട്ട് ആൽഫേനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആൽഫ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? ആർ ആൽഫയല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആൽഫനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? A/r യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്തൂടെ? ഫൈൻഡ് ചെയ്യാം. ഇനി എ എന്താണ്? നമ്മളൊരു ഇപ്പൊ നമ്മൾ പഠിച്ച റോൾ ഡൗൺ ചെയ്ത് വരുന്ന ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയിൽ അറ്റൈൻ ചെയ്യുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്മളിപ്പോൾ പഠിച്ചില്ലേ? ദാറ്റ് ഇസ് A is equal to g sin theta divided by 1 plus I divided by mr² ആണ്. ഇവിടെ സ്ഫിയറിന്റെ കേസിലായതുകൊണ്ട് തന്നെ, സ്ഫിയർ ആയതുകൊണ്ട് ഐ എന്തായിരിക്കും? ഐ വിൽ ബി ഈക്വൽ ടു 2/5 mr² ആണ് അല്ലേ? ഓക്കെ, ദെൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? A is equal to g sin theta divided by 1 plus 2/5 mr² divided by mr² എന്ന് വരും. That is equal to g sin theta divided by, ഇത് നോക്കിയേ, ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 1 plus 2/5 എന്തായിരിക്കും? 7/5 ആയിരിക്കും അല്ലേ? 7/5 ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ജസ്റ്റ് 5/7 എന്ന് എഴുതുന്നു കേട്ടോ. ഓക്കെ, 5/7 ഇൻറ്റു ജി സൈൻ തീറ്റ എന്ന് എഴുതാം. നമുക്ക് സിംപ്ലി അതിനെ അങ്ങനെ എഴുതാം. ഓക്കെ, എങ്ങനെയാ വന്നതെന്ന് ഞാൻ അധികം പറയണോ? 5/7 ഇൻറ്റു ജി സൈൻ തീറ്റ എങ്ങനെയാ വന്നതെന്ന് പറയണോടാ? ഇത് നോക്കിയേ, 1 plus 2/5 ആണ്. ഓക്കെ, 1 plus 2/5. അതിനെന്ത് നമുക്ക് കിട്ടും? ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 plus 2 divided by 5 എന്ന് വരും. ദാറ്റ് ഇസ് 7/5 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ താഴെ ഇവിടെ എന്ത് വരും? ഒരു 7/5 വരും. ഈ 7/5 എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 5/7. അതിങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാ അറിയാം? നമുക്ക് ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ദാറ്റ് ഇസ് A is equal to എന്തെന്ന് നമുക്ക് എഴുതാം? A is equal to r ആൽഫയാണ്. സോ ആൽഫനെ നമുക്ക് A divided by r എന്ന് എഴുതാം. ഈ ഇക്വേഷൻ നമ്മളെ കയ്യിലുള്ളതാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആൽഫ സിമ്പിൾ ആയിട്ട് കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തത് എന്താണ്? A is equal to r ആൽഫ എന്ന് നമുക്കറിയാം. അതായത് ആൽഫ ഈക്വൽ ടു A/r എന്നുള്ള സംഭവം നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നമുക്കിപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എ നമ്മൾ ഫൈൻഡ് ചെയ്തില്ലേ? എ നമ്മൾ ഫൈൻഡ് ചെയ്തു. 5/7 ഈക്വൽ ജി സൈൻ തീറ്റ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ കണ്ടുകൂടെ സിമ്പിൾ ആയിട്ട്? യെസ്, ആൽഫ എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു A/r ആണ്. എയുടെ വാല്യൂ എന്താ വന്നത്? ദാറ്റ് ഇസ് 5/7 ജി സൈൻ തീറ്റയാണ്. ജി സൈൻ ജി സൈൻ തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി ആയിരുന്നു. ഇൻറ്റു ഡിവൈഡഡ് ബൈ ആറ് കൂടെ ചെയ്യുക. ആറിന്റെ വാല്യൂ എന്താണ്? 0.5 ആണ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത്? മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 0.5
മീറ്റർ ആണ് തന്നിട്ടുണ്ട്. തീറ്റ എത്രയാണ്? 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ 30യുടെ വാല്യൂ എന്താണ്? 1/2 അല്ലേ? അപ്പോൾ നമുക്ക് ആൽഫ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് ആൻസർ എന്തായിട്ട് വരും? 5/7. ജിയുടെ വാല്യൂ നമ്മളോട് 10 എന്ന് എടുക്കാൻ നമ്മളോട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 m/s². നോക്കിയാൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയാൽ ജി 10 ആണ് പറഞ്ഞിട്ടുണ്ട്, മാസ് 1 കിലോഗ്രാം, പിന്നെ ആംഗിൾ 30 ഡിഗ്രി, റേഡിയസ് 0.5, ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എടുത്തത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി 10 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 30 1/2 ആണ്. ഇൻറ്റു ആ ഒരു 0.5നെ ഞാൻ 1/0.5 എന്ന് എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഫൈൻഡ് ചെയ്യാനുള്ള എന്തായിരുന്നു? ടോർക്ക് ആയിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആയിരുന്നു. ഐനെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി mr². ആൽഫനെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഫൈൻഡ് ചെയ്തല്ലോ, ദാറ്റ് ഈസ് a/r എന്ന് എഴുതാം. ഓക്കെ, അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തൂടെ? ഐ വിൽ ബി ഈക്വൽ ടു, ഐൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? mr². എം എന്താണ്? 2/5 ഇൻറ്റു എം 1 ആണ്. r² ഞാൻ ജസ്റ്റ് 0.5 ഇൻറ്റു 0.5 എന്ന് എഴുതുന്നു, കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇനി ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് a/rന്റെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? 5/7 ഇൻറ്റു 10 ഇൻറ്റു എന്താ കിട്ടിയത്? 1/2 ഇൻറ്റു 0.5 എന്ന് കിട്ടി. നമ്മളെല്ലാം ഫൈൻഡ്, നമുക്ക് എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളയാലോ. 1/5 കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തൊക്കെയാ? 0.5 കട്ടായി പോകത്തില്ലേ? ഓക്കെ, 0.5 കട്ടായി പോയി, 5 കട്ടായി പോയി, 2 കട്ടായി പോയി. ദെൻ എന്തൊക്കെയാ ഉണ്ടായിരിക്കും ഇവിടെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഇൻറ്റു 0.5നെ നമുക്ക് എന്തെന്ന് എഴുതാം? 5 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസറിൽ എന്ത് മാത്രമേ ഉള്ളൂ ഇനി? ബാക്കി ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ഒരു ടേം 5 ഉണ്ട്, ഒരു 7 ഉണ്ട്, ബാക്കി എല്ലാ ടേംസും കട്ടായി പോയില്ലേ? യെസ്. അപ്പോൾ ഇക്വേഷനിൽ ബാക്കി വരുന്നത് 5/7 ആണ്. 5/7 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് 5/7 ഉണ്ടോയെന്ന് നോക്കാം ഓപ്ഷൻസിൽ. ഓക്കെ, ഓപ്ഷൻസ് മൊത്തം ഡെസിമലിലാണ്. അപ്പോൾ 5/7ന്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 5/7 ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ബി സംതിങ് വെരി ക്ലോസ് ടു 0.71 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? 0.71 ഉണ്ടോ? യെസ്, 0.71 ഉണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കട്ടെ. അത് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് 0.71 ഇതിൽ ഈ ഒരു സെൻറ്റിമീറ്റർ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? 0.71ലേക്ക് എത്താം. നമ്മൾ ഈ ഒരു ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഐ ഈക്വൽ ടു, നമ്മളിത് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ വെച്ച് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ കിട്ടി, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ ടോർക്ക് 1 ന്യൂട്ടൺ മീറ്റർ ഈസ് അപ്ലൈഡ് ടു എ വീൽ വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. ആഫ്റ്റർ 2 seconds ദ ആംഗുലർ മൊമെൻറ്റം ഈസ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഭയങ്കര സിമ്പിളാണിത്. ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻ്റ് ആണ് അല്ലേ? ടോർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സിംപ്ലി എങ്ങനെ എഴുതാം? ടോർക്ക് എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലർ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം ടി എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ടി അല്ലെങ്കിൽ ടി എഫ് മൈനസ് ടി ആയി എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി എന്താണ്? ഇനീഷ്യലി വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റ് എന്തായിരിക്കും? എൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു 0 ആണ്. ഇനീഷ്യലി റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റിലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ആംഗുലർ മൊമെൻറ്റ് ഉണ്ടോ? ഇല്ല, അത് 0 ആണ്. ഇവിടെ എടുത്ത ടൈം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? നോക്കിയേ, ടൈം ഈക്വൽ ടു ആഫ്റ്റർ 2 seconds. അപ്പോൾ ടൈം എന്താണ്? 2 ആണ്. നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ടോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ LF ഓക്കെ, ആൻഡ് ഓൾസോ ടോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടോ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫൈനലി അതിൻ്റെ ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ, ടോ ഈസ് ഈക്വൽ ടു LF മൈനസ് LI ഡിവൈഡഡ് ബൈ ടി ആണ്. ദാറ്റ് ഇസ് 1 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ വാല്യൂ. എൽഫിൻ്റെ വാല്യൂ നമുക്കറിയില്ല, ഇനീഷ്യലി അത് റെസ്റ്റിലായിരുന്നു. സോ 0 ഇൻറ്റു 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ LFൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഏതാണ് ഫൈനൽ ആൻസർ? ദാറ്റ് ഇസ് 2 ആണ് നമ്മുടെ
ഫൈനൽ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. If the angular momentum of a particle of mass m rotating along a circular path of radius r with uniform speed is L, then the centripetal force acting on the particle is. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, എൽ ആംഗുലാർ മൊമെന്റത്തില് ഒരു സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഈ സർക്കുലർ പാത്തിൽ ആംഗുലർ എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, അതിന്റെ ആംഗുലർ മൊമെന്റം L ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കാണാം. എങ്ങനെയായിരിക്കും കാണണ്ടേ നോക്കാം. ഓക്കെ, നമ്മൾക്ക് ഇക്വേഷൻ അറിയാം, നമ്മളുടെ എല്ലിന്റെ ഇക്വേഷൻ അറിയാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു I ഒമേഗ ആണ്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആർ റേഡിയസിലുള്ള ഒരു സർക്കുലർ പാത്തിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1 സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഒബ്ജക്റ്റ് ഇത് ആർ റേഡിയസിൽ അത് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് L ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു mr² ആയിരിക്കും. ഇനി ഒമേഗനെ നമുക്ക് mr² ഒമേഗ എന്ന് എഴുതി. ഇനി നമുക്കറിയാലോ v ഈക്വൽ ടു r ഒമേഗ ആണല്ലോ, v ഈക്വൽ ടു r ഒമേഗ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗനെ v/r എന്ന് എഴുതാം അല്ലേ. അപ്പൊ സോ നമുക്ക് എന്ത് കിട്ടും, L ഈസ് ഈക്വൽ ടു mr² ഇൻറ്റു v/r എന്ന് എഴുതാം. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി, L ഈസ് ഈക്വൽ ടു mvr എന്നായിട്ട് മാറി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്ലസ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓർമ്മയില്ലാത്തവർ നിങ്ങൾ ഓർത്തെടുക്കുക കേട്ടോ. അതായത് ആംഗുലർ മൊമെന്റത്തിനെ നമുക്ക് മാസിന്റെയും വെലോസിറ്റിന്റെയും ലീനിയർ വെലോസിറ്റിന്റെയും റേഡിയസിന്റെയും ടേമിൽ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു mvr. നിങ്ങൾക്ക് ചിലപ്പോൾ +1 ചാപ്റ്റർ ആയതുകൊണ്ട് ഇൻ കേസ് ഓർമ്മ ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് മൊമെന്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, L ഈക്വൽ ടു mvr. നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാലോ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താടാ, F ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ r ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് v² ഒരു ഇക്വേഷൻ ഉണ്ടാക്കാലോ. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു L/mr എന്ന് എഴുതാം. കാരണം നോക്കിയേ, നമ്മുടെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത് എല്ലിൻ്റെയും എമ്മിൻ്റെയും ആറിൻ്റെയും ടേംസിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്തിൻ്റെ ടേംസിലാക്കണം, എല്ലിൻ്റെയും എമ്മിൻ്റെയും ആറിൻ്റെയും ടേംസിലാക്കണം. സോ വി ക്യാൻ റൈറ്റ് m ഇൻറ്റു v² നമുക്ക് എങ്ങനെ എഴുതാം, L² ഡിവൈഡഡ് ബൈ m² r² എന്ന് എഴുതാം. ആദ്യം ഉണ്ടായിരുന്ന ഒരു r. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും, L² ഡിവൈഡഡ് ബൈ m കട്ടായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു m കട്ടായി പോയി കഴിഞ്ഞാൽ ഫൈനൽ എന്തുണ്ടായിരിക്കും, ഇറ്റ് വിൽ ബി mr³ എന്നുണ്ടായിരിക്കും. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഏതാണ്, L² ഡിവൈഡഡ് ബൈ mr³. ഇക്വേഷൻ ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, സിമ്പിൾ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 bricks each of length L and mass m are arranged as shown from the wall. The distance of the center of mass of the system from the wall. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫിഗറിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലെ എല്ലാ ബ്രിക്സിൻ്റെയും മാസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ M ആണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആസ് എ ഹോൾ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷന്റെ വാല്യൂ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് നമുക്കറിയാലോ. ഇപ്പം നമുക്കൊരു സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് എക്സ് സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റിൻ്റെ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ്. ഇവിടെ ഈ m1 m2 m3 എന്ന് പറയുന്നത് എന്താണ്, m1 m2
M1 M2 M3 എന്ന് പറയുന്നത് എന്താണ്? മാസസ് ആണ്. ഓക്കെ, മാസ് ഓഫ് ബ്രിക്സ്. ഓക്കെ, അതെല്ലാത്തിനെയും നമുക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് എഴുതാം? എല്ലാത്തിനെയും M എന്ന് എടുക്കുന്നു ഞാൻ. ഓക്കെ, ദെൻ x1 x2 x3 എന്ന് പറയുന്നത് ഓരോ മാസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബ്രിക്സിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ ഓക്കെ, ഈ ഫിഗറിൽ തന്നെ ഞാൻ വരയ്ക്കാം. ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ ഫസ്റ്റ് ഈ ഒരു ബ്രിക്കിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും വരിക? അതിന്റെ സെന്ററിലായിരിക്കും വരിക. ദാറ്റ് ഇസ് L/2 എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും വരിക. അപ്പൊ ഫസ്റ്റിലെ ബ്രിക്കിന്റെ സെന്റർ ഓഫ് മാസിനെ ഞാൻ x1 എന്ന് എടുക്കുന്നു. അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? L/2ലായിരിക്കും. ഇനി രണ്ടാമത്തെ ബ്രിക്കിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? അതും എവിടെ നിന്ന് തന്നെ ആയിരിക്കും? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അതിന്റെ സെന്ററിലായിരിക്കും. ആ മാസിന്റെ ആ ഒരു ബ്രിക്കിന്റെ സെന്ററിലായിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫ്രം വോൾ ഇതിന്റെ ഇത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? സെന്റർ ഓഫ് മാസ് ഫ്രം വോൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് L/2, ഇത് L/2. L/2 പ്ലസ് L/2 എന്ത് വരും? x2 ഈക്വൽ ടു L/2 പ്ലസ് L/2 ഇറ്റ് വിൽ ബി ഈക്വൽ ടു L എന്ന് വരും. ഇനി x3 നോക്കിക്കഴിഞ്ഞാലോ? x3 നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? L/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെന്ററിലാണല്ലോ വരുന്നത്. അപ്പൊ ഇത് L/4. ഇത്രയും പോർഷൻ എന്ത് തന്നെ ആയിരിക്കും? L/4 ആയിരിക്കും. ഇവിടെ L/4 ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം x3യുടെ വാല്യൂ എന്തായിരിക്കും? x3 എന്ന് പറയുന്നത് L പ്ലസ് L/4 ആണ്. 5 എന്തായിരിക്കും? 5 L/4 എന്ന് വരും അല്ലേ? സിമ്പിൾ ആയിട്ട്, അതായത് ഇവിടെ നിന്ന് ഫസ്റ്റത്തെ ഈ ഒരു പൊസിഷൻ, ഈ ഒരു ബ്രിക്ക് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് വോളിൽ നിന്ന് L/2ലാണ്. രണ്ടാമത്തെ ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് വോളിൽ നിന്ന് L ഡിസ്റ്റൻസിലാണ്. മൂന്നാമത്തെ ബ്രിക്കിന്റെ സെന്റർ ഓഫ് മാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെത് L-ഉം പ്ലസ് ഒരു L/4 കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് 5 L/4 എന്ന് വരും. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ XCM കാണാലോ. ഓക്കെ, ദെൻ XCMന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു M, എല്ലാത്തിൻ്റെയും മാസ് സെയിം ആയതുകൊണ്ട് mx1 പ്ലസ് mx2 പ്ലസ് mx3 ഡിവൈഡഡ് ബൈ m പ്ലസ് m എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? സിമ്പിളാണ്. എന്താണ്? എമ്മിനെ ഞാൻ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3m ആയിരിക്കും. m കട്ടായി പോകുമല്ലോ. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. x1ന്റെ വാല്യൂ ഓക്കെ, ഇപ്പൊ XCM ആണ് നമുക്ക് കാണാനുള്ളത്. x1ന്റെ വാല്യൂ എന്തായിരുന്നു? L/2. ഇനി x2ന്റെ വാല്യൂ എന്തായിരുന്നു? x2ന്റെ വാല്യൂ L. ഓക്കെ, x3യുടെ വാല്യൂ എന്ന് പറയുന്നത് 5 L/4 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് L/3നെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1/2 പ്ലസ് 1 പ്ലസ് 5/4 ചെയ്താൽ പോരെ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലേ? L/3 1/2 പ്ലസ് 1 എന്താ വരിക? 1/2 പ്ലസ് 1 എന്നുള്ളത് 3/2 ആയിരിക്കും പ്ലസ് 5/4. 3/2 പ്ലസ് 5/4 എത്രയാടാ? ചെയ്തേ, എല്ലാവരും ചെയ്ത് നോക്കിയേ. ദാറ്റ് ഇസ് എന്ത് വരും? സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ 12 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും അല്ലേ? ഇറ്റ് ഇസ് L/3. 22 ഡിവൈഡഡ് ബൈ 8 നമുക്കതിനെ ജസ്റ്റ് 11/4. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസറിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി 11L ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? 11L ഡിവൈഡഡ് ബൈ 12. നമ്മൾ ഓപ്ഷൻസിൽ 11L ഡിവൈഡഡ് ബൈ 12 ഉണ്ടോ? യെസ്, 11L ഡിവൈഡഡ് 11/12L തന്നെയല്ലേ? സെയിം 11L ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ റിംഗ് ഓഫ് റേഡിയസ് 1.75 meter stands vertically. A small sphere of mass 1 kilogram on the inside of this ring without slipping. If it has a velocity 10 meter per second
at the bottom of the ring, then its velocity when it is reaches to the top is. Okay, ഇത് ആക്ച്വലി നമ്മൾ റൊട്ടേഷൻ ഓഫ് മോഷൻ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ പോരാ, നമ്മൾ വർക്ക് എനർജി പവറിൽ കുറച്ച് കൺസെപ്റ്റും കൂടി യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്ര നിങ്ങൾ വർക്ക് എനർജി പവർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അതിലും ചെയ്തിട്ടുണ്ട്. അതിൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ആക്കേണ്ടത്. എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോ. ഒരു വെർട്ടിക്കലി ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, ഒരു വെർട്ടിക്കൽ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ വെർട്ടിക്കൽ സർക്കുലർ പാത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, വെർട്ടിക്കൽ സർക്കുലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ വെർട്ടിക്കൽ സർക്കുലർ പാത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പഠിച്ചവരാണെങ്കിൽ അതിലെ പോലെയല്ല. അതിലെന്താ ചെയ്തിരുന്നത്? ജസ്റ്റ് ആ ഒരു പാർട്ടിക്കിൾ എങ്ങനെയാ മൂവ് ചെയ്യായിരുന്നു ചെയ്തത്. ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാ ചെയ്തത്. ഇതങ്ങനെയല്ല. ഇതെന്താ ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റ്, അതായത് ഈ സ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? റോള് കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? 1.75 ആണ്. ഓക്കെ, 1.75 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഈ ബോട്ടത്തിലായിരിക്കുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ബോട്ടത്തിലായിരിക്കുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് ചോദിച്ചിരുന്നത് ഈ ടോപ്പിലായിരിക്കുമ്പോഴുള്ള വെലോസിറ്റിയുടെ വാല്യൂ ആണ്. ഇത് നിങ്ങൾ വർക്ക് എനർജി പവർ കണ്ടവരാണെങ്കിൽ ഈ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായോ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വർക്ക് എനർജി തിയറം ആണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് യൂസ് ചെയ്യേണ്ടത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്? എനർജി ഓഫ് ടോപ്പും അതേപോലെ തന്നെ എനർജി ഓഫ് ബോട്ടം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റൊട്ടേഷണൽ എനർജി കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ജസ്റ്റ് നമ്മൾ ഹാഫ് mv² മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ആ ഒരു റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന എനർജി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബോട്ടത്തിലായിരിക്കുന്ന സമയത്ത് എനർജി എന്തായിരിക്കും? ബോട്ടത്തിലായിരിക്കുമ്പോൾ എനർജി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടെ ഉണ്ടായിരിക്കും. കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് mv² ആണ്. ഹാഫ് mv² പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് I ω² ആണ്. ഇനി ഈ ഒമേഗനെ നമുക്ക് എങ്ങനെ എഴുതാം? v ഈക്വൽ ടു r ω ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഒമേഗനെ നമുക്ക് എങ്ങനെ എഴുതാം? v/r എന്ന് എഴുതാലോ. സോ ω² പകരം ഞാൻ എന്ത് എഴുതുന്നു? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് ഹാഫ്, ഇവിടെ ഒരു സ്ഫിയർ ആയതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടായിരിക്കും? അതിൻ്റെ I എന്ന് പറയുന്നത് 2/5 mr² ആണ്. ω² വാല്യൂ v²/r². ദെൻ ഇവിടെ എന്തൊക്കെ കട്ടായി പോവും? r കട്ടായി പോവല്ലോ അല്ലേ? ഓക്കെ, ദെൻ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ വരുന്ന സമയത്ത് ഹാഫ് mv² രണ്ടിലും കോമൺ ആണ്. സോ ഹാഫ് mv² നമുക്ക് കോമൺ ആക്കി എടുക്കാം. ഫൈനലി 1 + 2/5 എന്ന് വരും. 1 + 2/5 എന്താണ്? 7/5 ഇൻറ്റു 1/2 mv² എന്ന് എഴുതാം. ഓക്കെ, ഇതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സിംപ്ലി 7/10 mv² എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇപ്പൊ ഇതാണ് ബോട്ടത്തിലെ എന്തെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. ബോട്ടത്തിലെ ഇനി ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് എനർജി ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ
അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഓൾസോ ഒരു ടേം കൂടെ വരും, എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി കൂടെ വരും. അപ്പൊ എന്തുകൊണ്ടാണ് ബോട്ടത്തിൽ പൊട്ടൻഷ്യൽ എനർജി വരാതിരുന്നത്? കാരണം ബോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബോട്ടത്തിൽ എന്തില്ല? ഒരു ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ഹൈറ്റ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് ബോട്ടത്തിലായിരിക്കുന്ന കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്താൽ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും ഇൻ ബോട്ടം. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh അല്ലേ? ബോട്ടത്തിലായിരിക്കുന്ന കേസിൽ എച്ചിന്റെ വാല്യൂ എന്താണ്? h ഈക്വൽ ടു 0 ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ റൊട്ടേഷണൽ എനർജിയുടെ ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ? അത് നമ്മൾ ഇനിയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ് ഈസ് 7/10 mv² പ്ലസ് ഇനി അതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? mg. എച്ചിന്റെ വാല്യൂ എന്ത് വരും? h എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 2r ആയിരിക്കും അല്ലേ? 2r ആയിരിക്കും. ഓക്കെ, 2r. നോക്കിയേ, ബോട്ടത്തിലായിരിക്കുന്ന കേസിൽ ഇവിടെ ഹൈറ്റ് ഇല്ല, ഇവിടെ ആയിരിക്കുന്ന കേസിൽ ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് ഡിഫറൻസ് എന്താണ്? 2r ആണ്. mg × 2r എന്ന് വരും. ഓക്കെ, 2r. സോ ഇക്വേഷൻ എന്തായിരിക്കും? 7/10 mv² പ്ലസ് mg × 2r എന്ന് വരും. ഓക്കെ, നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓക്കെ, ഇതിലെ ബോട്ടത്തിന്റെ വെലോസിറ്റി ആണ് ഇവിടെ, അതുകൂടെ മെൻഷൻ ചെയ്യണേ. കാരണം ബോട്ടത്തിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെലോസിറ്റി, ടോപ്പിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെലോസിറ്റി ആണ്. ഓക്കെ, നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബോട്ടത്തിൽ ഓൾറെഡി നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ഇറ്റ് ഹാസ് എ വെലോസിറ്റി 10 m/s അറ്റ് ദ ബോട്ടം. ബോട്ടത്തിലെ വെലോസിറ്റി നമ്മളോട് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടോപ്പിലെ വെലോസിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വി ബോട്ടം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 m/s ആ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? റേഡിയസ് തന്നിട്ടുണ്ട്, സ്ഫിയറിന്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ടല്ലോ. മാസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു m is equal to 1 kilogram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട് 1.75 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അതല്ലാതെ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിയുടെ വാല്യൂ എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 m/s² എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. g ഈക്വൽ ടു 10 m/s² എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രകാരം നമ്മൾ പറഞ്ഞല്ലോ, ടോപ്പിലെ എനർജിയും ബോട്ടത്തിലെ എനർജി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇക്വേഷന് ടോപ്പിലെ എനർജി എന്താണ്, ബോട്ടത്തിലെ എനർജി എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ടോപ്പിലെ വെലോസിറ്റി എന്താണെന്ന് കാണാൻ പറ്റും അല്ലെ? സിമ്പിൾ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഞാൻ ജസ്റ്റ് ഇതിനെ തിരിച്ചെഴുതുന്നേ. ഓക്കെ, ഈ ബോട്ടം ഇസ് ഈക്വൽ ടു ടോപ്പിലെ എനർജി എന്താ? ടോപ്പിലെ എനർജി നമ്മൾ ഇപ്പൊ ഇവിടെ ഫൈൻഡ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 7/10. ടോപ്പിലെ എനർജി എന്ന് പറയുന്നത് 7/10 m ഇൻറ്റു ടോപ്പിലെ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് അവിടെ ഒരു എക്സ്ട്രാ ടേം ഉണ്ട്, ദാറ്റ് ഇസ് mg × 2r എന്ന് ഇവിടെ വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 7/10 mv ബോട്ടത്തിലെ വെലോസിറ്റിന്റെ സ്ക്വയർ mv². ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ 7/10 എമ്മിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇതിൽ ഏതൊക്കെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്? എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 ആണ്. ഇനി ഓക്കെ, എമ്മിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. VT² നമുക്ക് അറിയത്തില്ല, നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ അഗെയിൻ g നമ്മളോട് 10 എന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2 × r എന്ന് പറയുന്നത് 1.75 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 7/10 അഗെയിൻ m 1 ആണ്. ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 m/s² ആണെന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7/10 VT² പ്ലസ് ഇത് നോക്കിയേ 10 × 2 × 1.75 എന്താണ്? 3.5 അല്ലേ? വിച്ച് ഈസ് വിൽ ബി ഈക്വൽ ടു 7/10 × 10 എന്ന് കിട്ടും.
ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ 10 ക്യാൻസൽ ആയി പോകത്തില്ലേ? 10 ക്യാൻസൽ ആയി പോയി. ഇനി 10 ഇൻറ്റു 3.5 ഇതെന്ത് വരും? 10 ഇൻറ്റു 3.5 വിച്ച് വിൽ ബി 7/10 VT square will be equal plus 3.5 into 10 വരുന്നത് 35 എന്ന് വരും അല്ലേ? വിച്ച് വിൽ ബി ഈക്വൽ ടു 7 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? VT സ്ക്വയർ ആണ് കാണേണ്ടത്. VT സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഇതിന് സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇൻറ്റു 10 അപ്പോൾ ഇവിടെ ഒരു 10 കൂടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ 70 വരും. ഇറ്റ് വിൽ ബി 70 മൈനസ് 35 എന്ന് വരും. 7/10. ഓക്കെ, അപ്പോൾ നമുക്ക് VTയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ VT സ്ക്വയർ എന്തായിരിക്കും? VT സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 10/7. 10/7 ഇൻറ്റു 70 മൈനസ് 35 എന്താ വരിക? 35 ആയിരിക്കും. ഇൻറ്റു 35 ആയിരിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 35ഉം 7ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി 5 ആയിരിക്കും വരിക. ഇനി അടുത്തത് എന്താ പറഞ്ഞേ? 10 ഇൻറ്റു 5 എന്ന് പറയുന്നതായിരിക്കും VT സ്ക്വയറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ VT എന്തായിരിക്കും? 10 ഇൻറ്റു 5 എന്ന് പറയുന്നത് 50ൻ്റെ റൂട്ടാണ്. സോ VT വിൽ ബി ഈക്വൽ ടു 50 റൂട്ട് 15 നമുക്ക് എന്ത് എഴുതാം? 5 സിമ്പിളായിട്ട് ഇതിൽ കൂടെ 25 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഇസ് 5√2. അപ്പോൾ VTയുടെ വാല്യൂ എന്താണ്? 5√2 ആണ്. ഓക്കെ, VT എന്ന് പറയുന്നത് 5√2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. സിമ്പിളാണ്, ജസ്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ടും സിംപ്ലിഫൈ ചെയ്തിട്ടും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 5/√2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ ഓക്കെ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? റൊട്ടേഷൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ചെയ്തത്. എല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വീഡിയോ കണ്ടു വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എല്ലാം കുറച്ച് സിംപ്ലിഫിക്കേഷൻസും കാര്യങ്ങളും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ബൈ, സീ യു സൂൺ. താങ്ക് യു.